എല്ലാ ഭാഗത്തും അടിവേരുകളുള്ള ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് കേരള കോൺഗ്രസ് എം ആണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റ് പാർട്ടികളൊക്കെ നാമമാത്രമായി കൂടുന്നു. ഒരു വ്യക്തമായ സംഘടനാ പ്രവർത്തനങ്ങൾ ഉള്ള പാർട്ടികളൊന്നും തന്നെ കേരള കോൺഗ്രസിന്റെ മറ്റു പാർട്ടികളിൽ ഞാൻ കാണുന്നില്ല. എന്റെ അനുഭവം അത് തന്നെയാണ്. അപ്പോൾ സംഘടനാപരമായി അടിത്തറയുള്ള എല്ലാ മേഖലകളിലും ജനപിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു കേഡർ സ്വഭാവം ഏകദേശം പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഒരു കേഡർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ കേരള കോൺഗ്രസ് എമ്മിനെ ഞാൻ കാണുന്നു. എങ്കിലും അങ്ങോട്ട് പോകുവാൻ അവർ കൂടി സമ്മതം വേണ്ടേ? അപ്പോൾ ആ വിധത്തിലുള്ള ചർച്ചകൾ ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. അവരെ ഞാൻ എന്റെ ആഗ്രഹം അറിയിക്കും. എന്നതിനർത്ഥമില്ല മറ്റ് കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് എം ആയിരുന്നു ഞങ്ങൾക്കൊരു പ്രതീക്ഷയും പ്രത്യാശയും നൽകിക്കൊണ്ടിരുന്നത്. അത് മാണി സാറിന് വന്ന ശേഷം അതിനൊരു ചെറിയ ഫോട്ടോ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആ പാർട്ടിയാണ് ഇപ്പോഴും ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഒപ്പമുള്ളത് എന്ന് തന്നെ പറയുന്നു. എനിക്ക് താല്പര്യമില്ല. പിന്നെ കേരള കോൺഗ്രസ് എമ്മിൽ ഞാൻ ചേർന്നിട്ടില്ലല്ലോ. കേരള കോൺഗ്രസ് എമ്മിൽ അംഗമാകുകയാണെങ്കിൽ അന്ന് ആ കാര്യങ്ങളൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 2026 അത് അന്നത്തെ കാര്യങ്ങൾ. ഏതായാലും പാർലമെന്ററി മോഹം ഇല്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പാർലമെന്ററി മോഹവും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും എന്റെ മാതൃസംഘടന എന്ന് പറഞ്ഞാൽ അത് കേരള കോൺഗ്രസ് ആണ്. എന്നെ വളർത്തിയത്, എന്നെ നേതാവാക്കി മാറ്റിയത് കേരള കോൺഗ്രസ് എം, അതിന്റെ നേതാവായിരുന്നു മാണി സാർ. അപ്പൊ എന്റെ മാതൃസംഘടന എന്ന് പറയുവാൻ കേരള കോൺഗ്രസ് എം ആണുള്ളത്. എങ്കിലും കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകുന്നു എന്ന് ഇതുവരെ ഒരു തീരുമാനവും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. നിങ്ങളിവിടെ ചോദിക്കുന്ന വെറും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവരുമായി ഈ ആശയം പങ്കിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ നേതൃത്വവുമായി ഞാനിങ്ങനെ മാതൃസംഘടനയ്ക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള എൻ്റെ ആഗ്രഹം അവരോട് അറിയിക്കുവാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അറിയിച്ച ശേഷം അവരാണ് തീരുമാനം.